ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കുറേ ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഞാൻ സ്കൂളിൽ പോവായിരുന്നു. എനിക്ക് സ്കൂളിൽ ഡിക്റ്റേഷൻ ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പം ഇന്നൊരു ദിവസം വീഡിയോ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്കൂളിൽ ഞാൻ സ്റ്റോറി ടെല്ലിങ് പറഞ്ഞു. അതിൻ്റെ അവസാനത്തെ സ്റ്റോറി ടെല്ലിങ് ഇന്നലെയായിരുന്നു. ഫൈനൽ ഇന്നലെയായിരുന്നു. ഫൈനൽ. അപ്പം അതിൻ്റെ പിന്നെ വേറെ ഒരു ദിവസം എനിക്ക് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ഞാൻ വരച്ച വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ അല്ല, വരച്ച പിക്ചർ. യെസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞാൻ വരച്ചത്. കാണിച്ചേ, ഇങ്ങനെയാണോ വേദു വരച്ചേ? സ്കൂളിൽ കോമ്പറ്റീഷന് വരച്ചത് ഈ സെയിം ആണോ? ഇതിലെന്തൊക്കെയുണ്ട് പറയേ. ഇത് പൂമരം, മരത്തില് പൂ പട്ട് നിൽക്കുന്നതാണ്. ഇത് കിളി, ഇത് കാക്കകള്, ക്രോ. ഇത് സണ്ണ്, ഇത് ഹൗസ്, ഇത് ജനല്, ഇത് ഡോറ്, ഇത് മേഘാശം. മേഘാശം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മേഘാശം എന്ന് വെച്ചാൽ സണ്ണിന്റെ അടുത്തിരിക്കുന്ന ആകാശത്തിൽ മേഘങ്ങളുണ്ട്. അപ്പം വേദു അതിനെ മേഘാശം എന്നാണോ പറയുന്നത്? ഓ, അങ്ങനെയും പറയാം. ഓക്കെ. അപ്പൊ ഇത് ആ വീട്ടിനടുത്ത് തന്നെയുള്ള രണ്ട് പൂക്കളാണ്. ഓക്കെ. ഇത് പുല്ല്, പുല്ല. ഇത് എൻ്റെ പേര്. ഞാൻ പഠിക്കുന്ന 1Dയിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. നിവേദ ഇംഗ്ലീഷിൻ്റെ പേരാണ്. ഓക്കെ. പിന്നെ സ്കൂളിൽ എന്തുകൊണ്ട് വിശേഷം? സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ബോയ് ഫ്രണ്ട് ശ്രേയസ്, പിന്നെ ഗേൾ ഫ്രണ്ട്സ് ശ്രേയസ് ഉണ്ട്. ഇനി അടുത്ത ആയുഷ്, പിന്നെ ഗേൾസ് റോസയില്, ആയുഷിനോടുള്ള റോസയില്, പിന്നെ ഋതിക, പിന്നെ എവിലേൻ, പിന്നെ അതിഥി, പരമേശ്വർ. ഇത്രയാണോ ഫ്രണ്ട്സ്? പിന്നെ പ്രതീക്ഷ, ഉത്തര. അപ്പം ഗേൾസ് ആണ് എൻ്റെ കൂടുതലുള്ളതായിട്ട് ഫ്രണ്ട്സ്. ബോയ്സ് അധികം കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന TV ആണ്. മിസ്റ്റർ ബീൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ? ബൈ.